ഈ എപ്പിസോഡിൽ ആവണക്കിന്റെ വ്യാവസായിക വൈദ്യ ഉപയോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ധാരാളം വ്യവസായ ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ആവണക്ക്. അതുകൊണ്ട് തന്നെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ കർഷകർക്ക് ഒരു ഉപജീവന നാണ്യവിളയായും ഇത് വളർത്താം. വ്യാവസായിക ഉപയോഗത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഇതിന്റെ ഓയിലാണ്. തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഇതിന്റെ പാർശ്വഫലങ്ങളും പറയുന്നതാണ്. വിവരങ്ങൾ വിശദമായി അറിയാൻ വീഡിയോ മുഴുവനായും കാണുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആവണക്കിന്റെ കായ്കൾ സംസ്കരിച്ചെടുക്കുന്ന എണ്ണയാണ് ആവണക്കെണ്ണ. വ്യതിരക്തമായ മണവും രുചിയുമുള്ള നിറമില്ലാത്ത അല്ലെങ്കിൽ ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകമാണിത്. ഇതിന്റെ താപനില 313 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇതിൽ ട്രൈഗ്ലിസൈഡുകളുടെ ഒരു മിശ്രിതം ഉൾപ്പെടുന്നു. അതിൽ ഏകദേശം 90% ഫാറ്റി ആസിഡുകളും റിസിനോളേറ്റുകളുമാണ്. ഒലിക് ആസിഡും ലിനോലേക് ആസിഡുമാണ് മറ്റു പ്രധാന ഘടകങ്ങൾ. ആവണക്കെണ്ണയുടെ ഉറവിടമാണ് ആവണക്കെണ്ണ വിത്ത്. ഇതിന് വൈവിധ്യമാർന്ന ഉപയോഗമുണ്ട്. ഈ വിത്തിൽ 40% മുതൽ 60% വരെ എണ്ണ അടങ്ങിയിട്ടുണ്ട്. അതിൽ ട്രൈഗ്ലിസറൈഡുകളും പ്രധാനമായി റിസിനോലിൻ എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. വിത്തിൽ റിസിൻ എന്ന വിഷാംശമുള്ള ലെക്റ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ ശക്തമായി വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വസ്തുവാണ്. അത് ചെടിയിലുടനീളം കുറഞ്ഞ സാന്ദ്രതയിൽ കാണപ്പെടുന്നു. എന്നാൽ എണ്ണ വേർതിരിക്കൽ പ്രക്രിയയിൽ ഇത് ചൂടാക്കുമ്പോൾ ലെക്റ്റിൻ നിർജീവമായി ഇതിന്റെ ഓയിൽ ഭക്ഷ്യസുരക്ഷിതമാവുകയും ചെയ്യുന്നു. സോപ്പുകൾ, ലൂബ്രിക്കന്റുകൾ, ഹൈഡ്രോളിക് ബ്രേക്ക് ദ്രാവകങ്ങൾ, പെയിന്റുകൾ, ചായങ്ങൾ, കോട്ടിങ്ങുകൾ, മഷികൾ, തണുത്ത പ്രതിരോധശേഷിയുള്ള പ്ലാസ്റ്റിക്കുകൾ, മെഴുക്, പോളിഷുകൾ, നൈലോൺ, പെർഫ്യൂമുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ആവണക്കെണ്ണയും അതിന്റെ ഡെറിവേറ്റീവും ഉപയോഗിക്കുന്നു. റെസിനോലേക് ആസിഡ് ഉള്ളതിനാൽ ആവണക്കെണ്ണ മറ്റു വിത്ത് എണ്ണകളേക്കാൾ ഉയർന്ന വിലയുള്ള ഒരു രാസവസ്തുവാണ്. മറ്റെണ്ണകളായ സോയാബീൻ, സൂര്യകാന്തി, കോക്കനട്ട് എന്നതിനേക്കാൾ ശരാശരി ഇതിന്റെ വില വളരെ കൂടുതലാണ്. ആഗോള ആവണക്ക് വിത്ത് ഉൽപാദനം പ്രതിവർഷം ഏകദേശം 2 ദശലക്ഷം ടണ്ണാണ്. ഇന്ത്യയാണ് ഈ ഉൽപാദനത്തിന്റെ ഏറിയ പങ്കും നിർവഹിക്കുന്നത്. തുടർന്നുള്ള സ്ഥാനങ്ങൾ മൊസാംബിക്, ചൈന, ബ്രസീൽ, എത്യോപ്യ, വിയറ്റ്നാം, ദക്ഷിണാഫ്രിക്ക, പരാഗ്വേ, തായ്ലൻഡ്, പാകിസ്ഥാൻ എന്നിവയാണ്. 2019 കണക്കനുസരിച്ച് ഇന്ത്യയുടെ ഉൽപാദനം 11,96,680 ടണ്ണാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മൊസാംബിക് 85,089 ടണ്ണും മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈന 36,000 ടണ്ണുമാണ്. എത്യോപ്യയിൽ ഇന്നിത് വ്യാപകമായി കൃഷി ചെയ്യുന്നു. തുടർന്നു വന്ന വർഷങ്ങളിലെ മതിയായ ഡാറ്റകൾ ലഭ്യമല്ലാത്തതിനാലാണ് അതിനെക്കുറിച്ച് പരാമർശിക്കാത്തത്. നിലവിൽ വില കുറഞ്ഞ സസ്യ എണ്ണകൾ പോലെ ആവണക്കെണ്ണ ബയോഡീസൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കാം. ഇതിൽ ഉയർന്ന വിസ്കോസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ഇന്ധനവുമായി സംയോജിപ്പിക്കാൻ എളുപ്പമാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനം തണുപ്പുള്ള സമയത്ത് വളരെ മികച്ചതാണ്. അതിന്റെ പ്രധാന കാരണം ക്ലൗഡ് പോയിന്റും പവർ പോയിന്റും ഇതിന് വളരെ കുറവാണ്. ആവണക്കെണ്ണയ്ക്ക് മിക്ക സസ്യ എണ്ണകളെക്കാളും താഴ്ന്ന വിസ്കോസിറ്റി ഗുണങ്ങളും ഉയർന്ന താപനിലയുള്ള ലൂബ്രിക്കേഷനുമുണ്ട്. അതുകൊണ്ട് ഇത് ജെറ്റ് ഡീസൽ, റേസിൻ എഞ്ചിനുകൾ എന്നിവയിൽ ഒരു ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്നു. റേസിൻ എഞ്ചിനുകൾ പോലെ പതിവായി പുനർനിർമ്മിക്കുന്ന എഞ്ചിനുകളിൽ മാത്രമേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. പ്രശസ്ത അന്താരാഷ്ട്ര ലൂബ്രിക്കന്റ് കമ്പനിയായ കാസ്ട്രോൾ അതിന്റെ പേര് ആവണക്കെണ്ണയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉപയോഗം പ്രകൃതിദത്ത റബ്ബർ സീലുകളെ നശിപ്പിക്കാത്തതിനാൽ സൈക്കിൾ പമ്പുകളിൽ ലൂബ്രിക്കന്റായി ആവണക്കെണ്ണ ഉപയോഗിക്കാം. 1909 യൂറോപ്പിൽ വ്യോമഗതാഗതത്തിനായി നോം എഞ്ചിൻ പോലുള്ള റോട്ടറി എഞ്ചിനുകൾക്ക് ആവണക്കെണ്ണ ലൂബ്രിക്കന്റായി ഉപയോഗിച്ചിരുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ റോട്ടറി എഞ്ചിൻ ഘടിപ്പിച്ച സഖ്യകക്ഷി വിമാനങ്ങളിൽ ഇത് സാർവത്രികമായി ഉപയോഗിച്ചിരുന്നു. 1940കളിൽ മോഡേൺ എയർപ്ലെയിൻ ഹോബികളിൽ ഇത് സ്വീകരിച്ചതു മുതൽ എയറോ മോഡലിംഗിനായി ഉപയോഗിക്കുന്ന മെത്തനോൾ ഇന്ധനം, 2 സൈക്കിൾ ബ്ലോ പ്ലഗ് എഞ്ചിനുകൾ വ്യത്യസ്ത ശതമാനം ആവണക്കെണ്ണ ലൂബ്രിക്കന്റായി ഉപയോഗിച്ചു. ആവണക്കെണ്ണ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും ലിപ്സ്റ്റിക്, ലിപ് ബാം, ലോഷനുകൾ, മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വ്യക്തിഗത പരിചരണ ഉൽപ്പന്നങ്ങളിലും മോയ്സ്ചറൈസിംഗ്, എമോലിയന്റ് പ്രോപ്പർട്ടികൾ എന്നിവയിലും ഇത് പ്രധാന ഘടകമാണ്. സിങ്ക് ഓക്സൈഡുമായി സംയോജിപ്പിച്ച് എമോലിയന്റ്, രേതസ്, സിങ്ക് കാസ്റ്റർ ഓയിൽ, ക്രീം എന്നിവ ഉണ്ടാക്കുന്നു. ഇത് കുട്ടികളുടെ ചുണങ്ങ് ചികിത്സിക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്നു. ടർക്കി റെഡ് ഓയിൽ അല്ലെങ്കിൽ സൾഫണേറ്റ് കാസ്റ്റർ ഓയിൽ എന്നറിയപ്പെടുന്നത് ആവണക്കെണ്ണയിൽ സൾഫ്യൂറിക് ആസിഡ് ചേർത്ത് നിർമ്മിക്കുന്നതാണ്. സോപ്പ് കഴിഞ്ഞാലുള്ള ആദ്യത്തെ സിന്തറ്റിക് ഡിറ്റർജന്റാണിത്. ലൂബ്രിക്കന്റുകൾ, സോഫ്റ്റ്നറുകൾ, ഡൈയിങ് അസിസ്റ്റന്റുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കാം. ആവണക്കെണ്ണ ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനുകളിൽ, ഡ്രഗ് ഡെലിവറി സിസ്റ്റങ്ങളിൽ ഒരു സഹായിയായി, ഓവർ ദ കൗണ്ടർ മരുന്നുകളിൽ ഒരു പോഷകമായി ചേർക്കുന്നു. അതിന്റെ പ്രധാന കാരണം ആവണക്കെണ്ണയ്ക്ക് മറ്റു വസ്തുക്കളുമായി
കത്തിച്ച് നിരവധി പ്രയോഗത്തിലുള്ള മറ്റ് രാസസംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ബയോഗ്രേഡബിൾ പ്ലാസ്റ്റിക്കുകളുടെയും പോളിമറുകളുടെയും ഉൽപ്പാദനത്തിന് ആവണക്കെണ്ണ ഒരു റോ മെറ്റീരിയലായി ഉപയോഗിക്കാം. പരമ്പരാഗത പെട്രോളിയം അധിഷ്ഠിത പ്ലാസ്റ്റിക്കുകൾക്ക് പകരമായി ഇന്നതിന് വളരെയേറെ ഡിമാൻഡുണ്ട്. സംസ്കരണ സമയത്ത് പ്രകൃതിദത്തവും കൃത്രിമവുമായ നാരുകൾക്കുള്ള ലൂബ്രിക്കന്റ് സോഫ്റ്റ്നറായി ടെക്സ്റ്റൈൽ വ്യവസായത്തിന് ആവണക്കെണ്ണ ഉപയോഗിക്കുന്നു. ഏഷ്യയിലെ ബൊട്ടാണിക്കൽ പ്രിന്റിംഗിൽ ഇതിന്റെ ഇലകൾ ഉപയോഗിച്ചിരുന്നു. കോട്ടൺ അല്ലെങ്കിൽ സിൽക്ക് തുണി കൊണ്ട് ബണ്ടിൽ ചെയ്ത് ആവിയിൽ വേവിച്ചാണ് ഇതിന്റെ ഇലകളിൽ നിന്നും പച്ച നിറമുള്ള ഡിസൈൻ ഉണ്ടാക്കിയിരുന്നത്. നല്ല ഭംഗിയുള്ള കോട്ടിംഗ് സൃഷ്ടിക്കാനും വിവിധ പ്രതലത്തിൽ ഒട്ടിക്കാനുമുള്ള കഴിവും കാരണം പെയിന്റ്, കോട്ടിംഗ്, വാർണിഷ് എന്നിവയുടെ നിർമ്മാണത്തിൽ ആവണക്കെണ്ണ ഒരു അസംസ്കൃത വസ്തുവാണ്. പോളിയൂറിൻ വ്യവസായത്തിൽ ബയോ ബേസ്ഡ് പോളിയോൾ ആയി ആവണക്കെണ്ണ ഉപയോഗിക്കുന്നു. ഭക്ഷ്യ വ്യവസായത്തിൽ ഭക്ഷ്യ അഡിറ്റീവുകൾ, സുഗന്ധങ്ങൾ, മിഠായികൾ എന്നിവയിലെ പൂപ്പൽ പ്രതിരോധിയായും പാക്കേജിംഗിലും ഫുഡ് ഗ്രേഡ് കാസ്ട്രോയിലും പോളിയോക്സോ തൈലേറ്റഡ് കാസ്ട്രോയിൽ ഭക്ഷ്യ വ്യവസായത്തിലും ഉപയോഗിക്കുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ എന്നിവിടങ്ങളിൽ ആവണക്കെണ്ണ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. ഇത് അരി, ഗോതമ്പ്, പയർ എന്നിവ ചീയുന്നത് തടയുന്നു. ഇതിന്റെ ഉദാഹരണമാണ് പയർവർഗ്ഗമായ പീജിയൻ പീസ്. വളരെ നാൾ കേടുകൂടാതെ ഇതിന്റെ എണ്ണയിൽ കുതിർത്ത് ലഭിക്കുന്നത്. വിവിധ രാസവസ്തുക്കളുടെ ഉറവിടം എന്ന നിലയിലും നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഘടകം എന്ന നിലയിലും ആവണക്കെണ്ണയുടെയും അതിന്റെ ഡെറിവേറ്റീവുകളുടെയും വൈവിധ്യം കാരണം വിവിധ വ്യവസായങ്ങളിൽ കാസ്റ്റർ ബീൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആവണക്കെണ്ണ നിരവധി വ്യാവസായിക ഗുണങ്ങളുള്ളതാണെങ്കിലും ഇതിന്റെ ബീൻസിൽ ഉയർന്ന വിഷാംശമുള്ള പ്രോട്ടീനായ റിസിൻ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി ശ്രദ്ധാപൂർവം പ്രോസസ്സിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും വിശദമായി ഇതിന്റെ വ്യാവസായിക ഉപയോഗത്തിലേക്ക് കടക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യയെ പോലുള്ള ഉഷ്ണമേഖലാ രാജ്യത്ത് വളരെ വലിയ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു വിളയായതുകൊണ്ടാണ്. കലോഫില്ലം, ഇനോഫില്ലം അല്ലെങ്കിൽ അലക്സാൻഡ്രിയൻ ലോറൽ എന്നറിയപ്പെടുന്ന ആവണക്ക് ചെടിക്ക് നിരവധി ഔഷധ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദം, സിദ്ധം പോലുള്ള പരമ്പരാഗത വൈദ്യങ്ങളിൽ ഇതിന്റെ വിത്തും അതിന്റെ എണ്ണയും നൂറ്റാണ്ടുകളായി ചൈനയിലെ പ്രാദേശിക വൈദ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. റോമാക്കാരും ഇതിന്റെ ഇലയിൽ നിന്നും വിത്തുകളിൽ നിന്നും പലതരം ഔഷധ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. BC 1550 തന്നെ എംപയേഴ്സ് പാപ്പിറസിൽ ആവണക്കെണ്ണ ഒരു പോഷകമായി ഉപയോഗിച്ചിരുന്നതായി പറയുന്നുണ്ട്. ആവണക്കെണ്ണ ചരിത്രപരമായി ഗർഭിണികളിൽ പ്രസവം സുഗമമാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഔഷധമാണ്. 1984 ഒരു പഠനം ഓക്സിറ്റോസിനേക്കാൾ ലാഭവും സൗകര്യപ്രദവുമായി കസ്റ്റർ ഓയിൽ പ്രസവത്തെ ഉത്തേജിപ്പിക്കുന്നത് സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് പറയുന്നു. 2022 ഒരു ഇറാനിയൻ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു മെറ്റാ അനാലിസിസും ഇത് തന്നെ പറയുന്നു. ഈ മെറ്റാ അനാലിസിസിൽ പരിഗണിക്കപ്പെട്ട ഒരു പഠനവും ഗുരുതരമായ അവസ്ഥകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആവണക്ക് ചെടിയുടെ സത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഇത് സന്ധിവാതം, സാധാരണ വാതരോഗങ്ങൾ, ചർമ്മരോഗം തുടങ്ങിയ വിവിധ അവസ്ഥകളുമായി ബന്ധപ്പെട്ട വീക്കം കുറയ്ക്കാൻ സഹായിക്കും. മുറിവുണക്കുന്നതിന് ആവണക്കിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണ സാധാരണമായി പല പ്രാദേശിക സംസ്കാരങ്ങളിലും ഉപയോഗിക്കുന്നു. അണുബാധ തടയാനും രോഗശാന്തി ത്വരിതപ്പെടുത്താനുമുള്ള ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ ഇതിനുണ്ട്. പേശികളുടെയും സന്ധികളുടെയും വേദന, തലവേദന, മറ്റു തരത്തിലുള്ള അസ്വസ്ഥതകൾ എന്നിവ ലഘൂകരിക്കുന്നതിന് ആവണക്കെണ്ണ വേദന സംഹാരിയായി ഉപയോഗിക്കുന്നു. ആവണക്ക് വിത്തിൽ നിന്നും ലഭിക്കുന്ന എണ്ണ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയ്ക്കെതിരെ ആന്റി മൈക്രോബയൽ പ്രവർത്തനം കാണിക്കുന്നു. ചർമ്മത്തിലെ അണുബാധകൾ, മുഖക്കുരു, മറ്റ് സൂക്ഷ്മജീവി സംബന്ധമായ രോഗങ്ങൾ എന്നിവ ചികിത്സിക്കാനും ഇത് പ്രാദേശികമായി പല സംസ്കാരങ്ങളിലും നിലനിൽക്കുന്നു. ആവണക്കെണ്ണ മോയ്സ്ചറിങ്, ഇമോഷന്റ് ഗുണങ്ങളുള്ളവയാണ്. ഇത് വരണ്ട ചർമ്മത്തിനും പ്രകോപിതമായ സെൻസിറ്റീവ് ചർമ്മത്തിനും വളരെ നല്ലതാണ്. ചർമ്മത്തിന് ജലാംശം നൽകാനും ചൊറിച്ചിൽ കുറയ്ക്കാനും വീക്കം ശമിപ്പിക്കാനും ഇത് ചർമ്മ സംരക്ഷണ ഫോർമുലേഷനുകളിൽ ഉപയോഗിക്കാം. തലയോട്ടിയെ പോഷിപ്പിക്കാനും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്താനും ആരോഗ്യകരമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും ആവണക്കെണ്ണ ചിലപ്പോഴൊക്കെ കേശ സംരക്ഷണ ഉൽപ്പന്നങ്ങളിലും ചികിത്സകളിലും ഉപയോഗിച്ചിരുന്നു. ഇത് തലയോട്ടിയിൽ ഈർപ്പമുള്ളതാക്കാനും താരൻ കുറയ്ക്കാനും മുടിയുടെ മൊത്തത്തിലുള്ള അവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. ആവണക്ക് ചെടിയുടെ ഇലകളും പുറന്തൊലിയും വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങൾക്കായി പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നു. ഈ ചെടിയുടെ മുൻപ് പറഞ്ഞ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന കഷായങ്ങൾ വീക്കവും വേദനയും കുറയ്ക്കുന്നതിന് പ്രാദേശിക ചികിത്സയിൽ കഴിക്കുകയോ പ്രയോഗിക്കുകയോ ചെയ്യാം. ഫ്രീ റാഡിക്കലുകൾ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഓക്സിഡന്റുകൾ ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുണ്ട്. ആവണക്കെണ്ണ പതിവായി ഉപയോഗിക്കുന്നത് അകാല വാർദ്ധക്യം തടയാനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ഒരുപക്ഷെ ആവണക്കെണ്ണയുടെ ഏറ്റവും അറിയപ്പെടുന്ന ഉപയോഗം പോഷക സമ്പുഷ്ടതയാണ്. കുടലിലെ പേശികളെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഇത് പ്രവർത്തിക്കുന്നു. ഇത് മലവിസർജനത്തെ പ്രോത്സാഹിപ്പിച്ച് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും. കരളിലെ വിഷാംശം ഇല്ലാതാക്കുന്നതിനും കരളിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വയറിനു മുകളിൽ ആവണക്കെണ്ണ പായ്ക്കുകൾ സ്ഥാപിക്കാൻ ചില ഹെൽത്ത് പ്രാക്ടീഷണർമാർ ശുപാർശ ചെയ്യുന്നു. ഈ ഉപയോഗത്തെ തെളിയിക്കുന്ന ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. ആയുർവേദത്തിൽ ആവണക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആവണക്കെണ്ണയെ എരണ്ടു തൈല എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ വിവിധ ചികിത്സാ ഗുണങ്ങൾ കാരണം ആയുർവേദം ഇത് നൂറ്റാണ്ടുകളായി ഉപയോഗിക്കുന്നു. മലവിസർജനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മലബന്ധം ഒഴിവാക്കുന്നതിനും ആവണക്കെണ്ണ സാധാരണയായി ആയുർവേദത്തിൽ ലഘുവായ പോഷകമായി ഉപയോഗിക്കുന്നു. ദഹനം ഉൾപ്പെടെ ശരീരത്തിലെ ചലനത്തെ നിയന്ത്രിക്കുന്ന വാതദോഷത്തെ സന്തുലിതമാക്കാനും ഇതിന് കഴിയുമെന്നും ആയുർവേദം വിശ്വസിക്കുന്നു.
ഇതിന് വിഷാംശം ഇല്ലാതാക്കാനുള്ള ഗുണമുണ്ടെന്ന് ആയുർവേദം കണക്കാക്കുന്നു. ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നതിന് പഞ്ചകർമ്മ പോലുള്ള ഡിഡോക്സിഫിക്കേഷൻ തെറാപ്പികളിൽ ഇത് ചിലപ്പോൾ ഉപയോഗിക്കുന്നു. സന്ധിവേദന പോലുള്ള അവസ്ഥകളുമായി ബന്ധപ്പെട്ട വീക്കം ലഘൂകരിക്കാൻ ആവണക്കെണ്ണ ബാഹ്യപ്രയോഗത്തിനായി ആയുർവേദ പരിശീലകർ ശുപാർശ ചെയ്യുന്നു. ചൂടുള്ള ആവണക്കെണ്ണ ഉപയോഗിച്ച് സന്ധികളിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും അതിന്റെ കാഠിന്യം കുറയ്ക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. നേത്രബസ്തി അതായത് കണ്ണുബാത്ത് പോലുള്ള ആയുർവേദ നേത്ര ചികിത്സകളിൽ ചിലപ്പോൾ ആവണക്കെണ്ണ ഉപയോഗിക്കാറുണ്ട്. വരണ്ട കണ്ണുകളെ നല്ലതാക്കാനും കണ്ണിന്റെ ആയാസം കുറയ്ക്കാനും കാഴ്ച മെച്ചപ്പെടുത്താനും മൃദുവായ മസാജിൽ കണ്ണുകൾക്ക് ചുറ്റും ഇത് ബാഹ്യമായി പ്രയോഗിക്കുന്നു. ആയുർവേദത്തിൽ ആർത്തവചക്രം ക്രമീകരിക്കാനും ആർത്തവ ക്രമക്കേടുകളുടെ ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും ആവണക്കെണ്ണ ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നു. ഈ ഉപയോഗം ശ്രദ്ധയോടെയും യോഗ്യതയുള്ള ഒരു ആയുർവേദ പരിശീലകന്റെ നിർദ്ദേശമനുസരിച്ചും ചെയ്യേണ്ടതാണ്. ത്വക്ക് സംരക്ഷണം, മുടി സംരക്ഷണം തുടങ്ങിയ ചികിത്സകളൊക്കെ ആയുർവേദവും എടുത്തു പറയുന്നുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിലും പ്രാചീന തമിഴ് സാഹിത്യത്തെയും ആചാരങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പരമ്പരാഗത രോഗശാന്തി സമ്പ്രദായമാണ് സിദ്ധവൈദ്യം. സിദ്ധവൈദ്യത്തിൽ തേനെണ്ണൈ എന്നറിയപ്പെടുന്ന ആവണക്ക് ചെടി ഔഷധ ഗുണങ്ങൾക്ക് അംഗീകാരം നൽകുകയും വിവിധ ആരോഗ്യ ഗുണങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആവണക്ക് സിദ്ധവൈദ്യത്തിൽ പുനർജീവിപ്പിക്കുന്ന ഗുണങ്ങളുള്ളതായി കണക്കാക്കുന്നു. പതിവായി ഇത് ഉപയോഗിക്കുമ്പോൾ മൊത്തത്തിലുള്ള ആരോഗ്യവും ഉന്മേഷവും വർദ്ധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആന്റി ഇൻഫ്ലമേറ്ററി, മുറിവുണക്കൽ, ത്വക്ക് രോഗങ്ങളുടെ ചികിത്സ, സന്ധിവാതം മുതലായ രോഗങ്ങൾ, കേശ സംരക്ഷണം, ആന്റി മൈക്രോബയൽ, ദഹനാരോഗ്യം എന്നിവയൊക്കെ സിദ്ധവൈദ്യവും ചികിത്സാവിധികളിൽ എടുത്തു പറയുന്നു. ആവണക്ക് തൈലവും ആവണക്ക് ചെടിയിൽ നിന്നുള്ള വിവിധ ഔഷധങ്ങളും പലതരം ചികിത്സകൾക്കായി പരമ്പരാഗത വൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇവയുടെ സുരക്ഷയും ഫലപ്രാപ്തിയും സംബന്ധിച്ച ശാസ്ത്രീയ ഗവേഷണങ്ങൾ പരിമിതമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന റിസിൻ എന്ന ലാക്റ്റിന് വളരെയേറെ അലർജിയുണ്ട്. ഒപ്പാൽസ് അലർജി സ്കെയിൽ റേറ്റിംഗ് 10ൽ 10 ആസ്മയ്ക്ക് കാരണമാകുന്ന ശക്തമായ ട്രിഗർ കൂടിയാണ് ഈ ചെടി. റിസിനസിനുള്ള അലർജി സാധാരണവും വളരെ കഠിനവുമാണ്. ആവണക്ക് ചെടി ധാരാളമായി വളരെ ചെറിയ പൂമ്പൊടി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് എളുപ്പത്തിൽ വായുവിൽ കലർന്ന് ശ്വസനത്തിലൂടെ ശ്വാസകോശത്തിൽ പ്രവേശിച്ച് അലർജി പ്രതിപ്രവർത്തനങ്ങൾക്ക് കാരണമാകും. ഈ ചെടിയുടെ സ്രവം തിണർപ്പിന് കാരണമാകും. ചെടിയോട് അലർജിയുള്ള ആളുകൾ ഇതിന്റെ ഇലകളിലോ പൂക്കളിലോ വിത്തിലോ സ്പർശിക്കുന്നതിലൂടെ തിണർപ്പുണ്ടാകാം. ഇതിന്റെ ഈ സ്രവത്തോട് അവർക്ക് ക്രോസ് അലർജി പ്രതികരണങ്ങളും ഉണ്ടായേക്കാം. ഇതിന്റെ വിത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷാംശ സാന്നിധ്യം മുതിർന്നവരിൽ മാരകമായ അളവിൽ 4 or 8 വിത്തുകളായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥ വിഷബാധകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ താരതമ്യേന കുറവാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വിഷാംശമുള്ള സസ്യമാണിത്. റിസിൻ കഴിച്ചാൽ ലക്ഷണങ്ങൾ സാധാരണയായി 2 or 4 മണിക്കൂറിനുള്ളിൽ ആരംഭിക്കും. അതൊരുപക്ഷെ 36 മണിക്കൂർ വരെ വൈകിയേക്കാം. ഇതിന്റെ ലക്ഷണങ്ങൾ വായും തൊണ്ടയും വരളുക, വയറുവേദന, നിർജ്ജലീകരണം, രക്തരൂക്ഷിതമായ വയറിളക്കം എന്നിവ ഇതിൽപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടുത്ത നിർജ്ജലീകരണം ഉണ്ടാവുകയും രക്തസമ്മർദ്ദം കുറഞ്ഞ് മൂത്രത്തിന്റെ അളവും കുറയുന്നു. ചികിത്സിച്ചില്ലെങ്കിൽ 3 മുതൽ 5 ദിവസത്തിനുള്ളിൽ മരണം സംഭവിച്ചേക്കാം. പലതരം ആൽക്കലൈൻ ഏജന്റുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയിൽ ഇത് ഭേദമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക കേസുകളിലും പൂർണ്ണമായി ചികിത്സിച്ച് ഇത് ഭേദപ്പെടുത്താറുമുണ്ട്. മനുഷ്യരുൾപ്പെടെ മൃഗങ്ങൾക്കും ഇത് ഒരു വിഷവസ്തു തന്നെയാണ്. എന്നാൽ വളർത്തുമൃഗങ്ങളിൽ കേടുകൂടാത്ത വിത്തുകൾ വിഷവസ്തുക്കൾ പുറത്തുവിടാതെ ദഹനനാളത്തിലൂടെ കടന്നുപോയേക്കാം. എന്നാൽ ഇന്ന് വാണിജ്യപരമായി ലഭ്യമാകുന്ന കോൾഡ് പ്രൈസ്ഡ് ആവണക്കെണ്ണ ആന്തരികമോ ബാഹ്യമോ ആയാലും സാധാരണയായി മനുഷ്യർക്ക് വിഷമുള്ളതല്ല. അതോടൊപ്പം ആവണക്കെണ്ണയിൽ നിന്നും അലർജി ഉണ്ടാവാൻ സാധ്യതയും വളരെ കുറവാണ്. ആവണക്കെണ്ണയെക്കുറിച്ച് ഇത്രയും വിശദമായി പ്രതിപാദിക്കാൻ കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും സുപരിചിതമായ ഔഷധമായതുകൊണ്ടും ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് വളരെ വലിയ മുതൽക്കൂട്ടാവാൻ സാധ്യതയുള്ളതിനാലുമാണ്. ഇവിടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളം സവിശേഷതകൾ വിശദമായ പഠനത്തിന് ശേഷം ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതിലുപരി പരമാവധി പ്ലാന്റുകൾ കണ്ടെത്തി അത് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനും ശ്രമിക്കുന്നു. അപൂർവങ്ങളായ ധാരാളം ചെടികൾ ഐവി പാരഡൈസിന്റെ ഷോപ്പിംഗ് സൈറ്റിൽ ലഭ്യമാണ്. അവ സൈറ്റിൽ നിന്നോ ഈ വീഡിയോയിൽ പറയുന്ന വാട്സപ്പിൽ ബന്ധപ്പെട്ടോ വാങ്ങാവുന്നതാണ്. ആവണക്ക് ചെടിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും ലൈക്കായോ കമന്റായോ രേഖപ്പെടുത്തുക. ഒപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ചെടികളെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾ തുടർന്നു ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.